Hi students, welcome back to KF Focus. In the differentiation, കൂടുതൽ ക്വസ്റ്റ്യൻസ് നോക്കാം. ഇതിൻ്റെ ബേസിക് കാര്യങ്ങൾ വരുന്നത് ഒട്ടും പഠിച്ചു തുടങ്ങാത്തവരാണെങ്കിൽ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഡെറിവേറ്റീവ്സ് ഓഫ് സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻസും അതിൻ്റെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ തന്നേക്കാം. ഒട്ടും പഠിച്ചു തുടങ്ങാത്തവരാണെങ്കിൽ അതൊന്ന് കണ്ടിട്ട് വേണം പഠിച്ചു തുടങ്ങാനായിട്ട്. അല്ലെങ്കിൽ ഇനി പഠിച്ചവരാണെങ്കിൽ തന്നെ ഒന്നും കൂടി തറവാകണമെന്നുണ്ടെങ്കിലും ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് ഇത് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനും ചെയ്യാനും പറ്റും. ഓക്കെ, തുടങ്ങിയേക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, dy/dx ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ്. ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുണ്ട് y ഈക്വൽ ടു y പ്ലസ് ആണ്. ഓക്കെ, y പ്ലസ് സൈൻ y ഈക്വൽ ടു കോസ് എക്സ്. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഇതിൻ്റെ അകത്തുനിന്ന് dy/dx ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം വൈയുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് dy/dx ആണ്. പ്ലസ് സൈനിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്ന സൈൻ ഫംഗ്ഷൻ വരുമ്പോൾ നമുക്ക് കോസ് ആണ്, കോസ് വൈ. കഴിഞ്ഞില്ല, വൈയുടെയും കൂടി ഡെറിവേറ്റീവ് നമ്മൾ എഴുതണം, എങ്കിൽ മാത്രമേ അത് കംപ്ലീറ്റ് ആകത്തുള്ളൂ. ഈക്വൽ ടു കോസ് എക്സിൻ്റെ എന്തായിരുന്നു, പെട്ടെന്നൊന്ന് ഓർത്ത് നോക്കിയേ, അത് തന്നെ സൈൻ എക്സ്. എക്സിൻ്റെയോ 1 ആണ്. കാര്യം എന്താ, dx/dx എന്ന് പറയുമ്പോൾ 1. പക്ഷെ ഇവിടെ dy/dx വരുന്നതുകൊണ്ടാണ് നമ്മളിവിടെ എഴുതുന്നത്. ഇത് dx/dx ആണ്, 1 ആണ്. dx/dx 1 ആയിരിക്കും. കിട്ടിയല്ലോ. ഇനി അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ dy പുറത്തേക്ക് എടുക്കുക. ഇതിൻ്റെ അകത്ത് dy പോയിട്ട് ബാക്കി നമുക്ക് 1 ആണുള്ളത്. പ്ലസ് ഇവിടെ എന്ത് വരും, കോസ് y വരും. ദാറ്റ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ്. അങ്ങനെയെങ്കിൽ dy/dx ഈക്വൽ ടു എന്തായിട്ട് മാറും, മൈനസ് സൈൻ എക്സ് ബൈ 1 പ്ലസ് കോസ് വൈ. കേട്ടോ, ആൻസർ കിട്ടി. dy/dx നമുക്ക് കിട്ടി. ഒരു 2 മാർക്കിനായിരിക്കും സാധാരണ ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. y ഈക്വൽ ടു സീക്ക് ടാൻ റൂട്ട് എക്സ്. y ഈക്വൽ ടു സീക്ക് ടാൻ റൂട്ട് എക്സ്. ഇവിടെ നമുക്ക് 3 കാര്യങ്ങളാണ് നമുക്കിവിടെ ചെയ്യാനായിട്ടുള്ളത്. നോട്ട് ചെയ്തോണേ. അതായത് ഫസ്റ്റ് നമ്മൾ സീക്കിൻ്റെ ഡെറിവേറ്റീവ് എഴുതണം, പിന്നെ ടാനിൻ്റെ ഡെറിവേറ്റീവ് എഴുതണം, അത് കഴിഞ്ഞിട്ട് റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ എഴുതണം. സീക്കിൻ്റെ ഡെറിവേറ്റീവ് എന്തായിരുന്നു, പെട്ടെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. സീക്കിൻ്റെ ഡെറിവേറ്റീവ് സീക്ക് എക്സ്, d/dx ഓഫ് സീക്ക് എക്സ് എന്ന് പറയുന്നത് സീക്ക് എക്സ് ടാൻ എക്സ് ആണ്, അല്ലേ? സീക്ക് എക്സ് ടാൻ എക്സ് ആണ്. ഇനി ഇവിടെ എക്സിൻ്റെ സ്ഥലത്ത് നമുക്ക് തന്നിരിക്കുന്നത് ടാൻ റൂട്ട് എക്സ് മൊത്തത്തിലാണ്. എക്സിൻ്റെ പ്ലേസിൽ നമുക്ക് തന്നിരിക്കുന്നത് ഇത് മൊത്തത്തിലാണ്. കണ്ടോ, ടാൻ റൂട്ട് എക്സ് മൊത്തത്തിലാണ്. അതുകൊണ്ട് നമ്മളിവിടെ സീക്ക് എക്സിന് പകരം ടാൻ റൂട്ട് എക്സ് എഴുതണം. ക്ലിയർ ആയോ? ഇനി ടാൻ്റെ ഡെറിവേറ്റീവ്, കഴിഞ്ഞില്ല. സീക്കിൻ്റെത് സീക്ക് എക്സ് ഇൻറ്റു ടാൻ എക്സ് ആണ്, അല്ലേ? അപ്പം ടാൻ ഓഫ് ടാൻ റൂട്ട് എക്സ്, ടാൻ റൂട്ട് എക്സ് നോട്ട് ചെയ്തേക്കണേ. d/dx ഓഫ് സീക്ക് എക്സ് എന്ന് പറയുന്നത് സീക്ക് എക്സ് ടാൻ എക്സ് ആണ്, സീക്ക് എക്സ് ടാൻ എക്സ് ആണ്. ഇവിടെ സീക്ക് നമ്മൾ എഴുതി. ഇനി ആരെ എഴുതണം, ടാനിനെ എഴുതണ്ടേ? അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. രണ്ടിൻ്റെയും കൂടെ എക്സ് അല്ല തന്നിരിക്കുന്നത്, ടാൻ റൂട്ട് എക്സ് ആണ്, ടാൻ റൂട്ട് എക്സ് ആണ്. ഇപ്പം നമ്മളുടെ ആകെപ്പാട് ആരുടെ മാത്രമേ എഴുതിയിട്ടുള്ളൂ, സീക്കിൻ്റെ മാത്രമേ നമ്മൾ എഴുതിയുള്ളൂ, അല്ലേ? ഇനി ഈ ടാനിൻ്റെ എഴുതണ്ടേ? ഈ ടാനിൻ്റെയും കൂടി നമുക്ക് എഴുതണം. ടാനിൻ്റെ എന്ന് പറയുന്നത് എന്തായിരുന്നു, സീക്ക് സ്ക്വയർ എക്സ് ആണ്, അല്ലേ? സീക്ക് സ്ക്വയർ. ഇവിടെ ടാനിൻ്റെ കൂടെ എക്സ് അല്ല തന്നിരിക്കുന്നത്, റൂട്ട് എക്സ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആരെ തന്നെ എഴുതണം, സീക്ക് സ്ക്വയർ റൂട്ട് എക്സ് തന്നെ എഴുതണം. ഇനി റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആരായിരുന്നു, 1/2 റൂട്ട് എക്സ്, 1/2 റൂട്ട് എക്സ്. ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട്
ഫസ്റ്റ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിലുണ്ട്. വേണമെന്നുള്ളവരൊന്ന് നോക്കിക്കോണം കേട്ടോ. കുറച്ചും കൂടി ഒന്ന് എളുപ്പമാകും, കുറച്ചും കൂടി ഒന്ന് ഈസി ആകും. ഓൾറെഡി നിങ്ങൾ പഠിച്ചതായിരിക്കും, പക്ഷെ ഒന്ന് നോക്കിയിട്ട് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുറച്ചും കൂടി ഒന്ന് എളുപ്പമായിട്ട് തോന്നും. ഇത് ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്ത് എഴുതുക. ആ 1/2 √x എടുത്ത് ആദ്യം അങ്ങ് എഴുതിയേക്കുക. ബാക്കി ടേംസ്, അതായത് സീക്ക് tan √x ബ്രാക്കറ്റ് കൊടുത്ത് എഴുതിയാൽ തെറ്റത്തില്ല. tan √x കഴിഞ്ഞില്ല. ഇനി ആരും കൂടിയുണ്ട്? sec² √x കൂടി ഉണ്ട്. കണ്ടോ, ആൻസറായി. കംപ്ലീറ്റ് അല്ല. ഇവിടെ y നമ്മൾ എന്തെടുത്തില്ല? ഡെറിവേറ്റീവ് എടുത്തില്ല അല്ലേ? ഇവിടെ എന്തും കൂടി വരും? dy/dx വരും. dy/dx വരും. കണ്ടോ, സിമ്പിളാണ്, പക്ഷെ തെറ്റിക്കാനുള്ള പോസിബിലിറ്റി കൂടുതലാണ് ഇങ്ങനെ വരുമ്പോൾ. നമ്മൾ ഒരെണ്ണം എഴുതി കഴിയുമ്പോൾ പിന്നെ ഫസ്റ്റ് നമ്മൾ സീക്ക് എഴുതി കഴിയുമ്പോൾ നമുക്ക് കൺഫ്യൂഷനാണ്. ഇവിടെ എക്സ് ഏതാ, √x ആണോ tan ആണോ ഏതാ എഴുതേണ്ടതെന്നുള്ള കൺഫ്യൂഷൻ വരും. അതുപോലെ ഒരെണ്ണം എഴുതി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഉടൻ തന്നെ √x എഴുതാനായിട്ട് പോകും. ഈ ടാനിൻ്റെ എടുക്കുന്ന കാര്യം, ഡെറിവേറ്റീവ് എടുക്കുന്ന കാര്യം പെട്ടെന്ന് നമ്മൾ ഓർത്തൊന്നും വരില്ല. അപ്പോൾ ഇങ്ങനെ നോട്ട് ചെയ്ത് പഠിച്ചോണം. ഇങ്ങനെ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് നമ്മളത് ഓർത്തിരിക്കും. ക്ലിയർ ആയോ? ഓക്കെ, അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. ax + by² = cos y. ax + by² = ആരായിരുന്നു? cos y. ഓക്കെ, നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. ax എന്ന് പറയുമ്പോൾ ഇതിനകത്ത് കോൺസ്റ്റൻറ്റ് a ആണ്. a പ്ലസ് b കോൺസ്റ്റൻ്റ് ആണ്, നമ്മളത് അതുപോലെ എഴുതി. ഇനി y² ഡെറിവേറ്റീവ് എന്തായിരുന്നു? 2y കഴിയത്തില്ല. dy/dx എഴുതിയില്ലെങ്കിൽ തെറ്റിപ്പോവും. ഈക്വൽ ടു കോസിൻ്റെ ഡെറിവേറ്റീവ് വരാം. മൈനസ് സൈൻ ആണ്, സൈൻ y കഴിഞ്ഞില്ല. ആരും കൂടി വരും? dy/dx കൂടി വരും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? dy വരുന്ന ടേംസ് ഒക്കെ കൂടി ഒരു സൈഡിലേക്ക് കൊണ്ടുവരണം, അല്ലാത്ത ടേംസ് ഒക്കെ കൂടി അപ്പുറത്തെ സൈഡിലേക്ക് എടുക്കണം. അതായത് ഇവിടെ 2by dy/dx ശരിയല്ലേ? ഇത് ഇപ്പുറത്തേക്ക് വരുമ്പോൾ പ്ലസ് വരത്തില്ലേ? സൈൻ y × dy/dx ഈക്വൽ ടു ആരാ? ഈ a ഇപ്പുറത്തേക്ക് വരുമ്പോൾ -a എന്ന് വരും. ശരിയാണോ? a ഇപ്പുറത്തേക്ക് വരുമ്പോൾ -a എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ഈ രണ്ടിൻ്റെ അകത്തുനിന്നും നമുക്ക് dy കോമൺ ആയിട്ട് നമുക്ക് പുറത്തേക്ക് എടുക്കാമല്ലോ. ഇത് രണ്ടിൻ്റെ അകത്തുനിന്നും dy കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്താൽ നമുക്ക് എന്താ കിട്ടുന്നേ? dy/dx എടുത്തു, ബാക്കി 2by പ്ലസ് sin y ഈക്വൽ ടു -a. ശരിയല്ലേ? dy/dx പുറത്തേക്ക് എടുത്തു. ഈ ടേമിനകത്ത് 2by ആണ് ബാക്കിയുള്ളത്. ഇതിനകത്ത് sin y ആണുള്ളത്. ഈക്വൽ ടു -a. അങ്ങനെയാണെങ്കിൽ dy/dx എന്തായിരിക്കും? dy/dx ഈക്വൽ ടു -a/ ഇതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. 2by പ്ലസ് sin y. കണ്ടോ, ആൻസർ കിട്ടി. ആൻസർ കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റിൻ എന്താ ചോദിച്ചിരിക്കുന്നത്? xy + y² = tan x + y. ഈ ക്വസ്റ്റിനകത്ത് എന്തെങ്കിലും ഒന്ന് ഡിഫറെൻ്റ് ആയിട്ട് തോന്നുന്നുണ്ടോ? ജസ്റ്റ് ഒന്ന് നോക്കിക്കേ ക്വസ്റ്റ്യൻ. എന്തെങ്കിലും നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റിനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഒന്ന് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നുണ്ടോ? ഉണ്ട്. എന്താ കാര്യം? xy ആണ് എന്ന് വെച്ചാൽ പ്രോഡക്റ്റ് ആണ്. x × y ആണ്, പ്രോഡക്റ്റ് ആണ്. അപ്പോൾ നമ്മളിവിടെ എന്ത് അപ്ലൈ ചെയ്യേണ്ടി വരും? പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ നാച്ചുറലായിട്ട് തോന്നാം ഇവിടെയും പ്രോഡക്റ്റ് ആയിരുന്നില്ലേ എന്ന്. ഇവിടെ പ്രോഡക്റ്റ് ആണ്, പക്ഷെ ഇത് കോൺസ്റ്റൻ്റ് ആണ് അല്ലേ? ഇതും കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻറ്റിനെ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്തേ കിട്ടുള്ളൂ? വെറുതെ d/dx ഓഫ് a എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 0 ആയിരിക്കും. d/dx ഓഫ് ax എന്തായിരിക്കും? a ആയിരിക്കും. d/dx ഓഫ് 5 എന്തായിരിക്കും? 0. d/dx ഓഫ് 5x എന്തായിരിക്കും? 5 അല്ലേ?
പക്ഷെ ഇവിടെ അങ്ങനെയല്ല, എക്സിനെയും വൈയെയും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. നമുക്ക് ക്വസ്റ്റൻ ഒന്ന് നോട്ട് ചെയ്യാം. എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ടാൻ എക്സ് പ്ലസ് വൈ. ഓക്കെ, നമ്മളിവിടെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുന്നു. പ്രോഡക്റ്റ് റൂൾ എന്താണെന്നുള്ളത് ഓർക്കുന്നുണ്ടാവുമല്ലോ അല്ലേ? ഡി ബൈ ഡി എക്സ് ഓഫ് യു വി എന്ന് പറയുന്നത് യു ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് പ്ലസ് വി ഇൻറ്റു ഡി യു ബൈ ഡി എക്സ്. ഇനി ഇവിടെ വേണമെങ്കിൽ ചിലപ്പോൾ നമ്മൾ പഠിച്ചിരിക്കുന്നത് ഇതിന് പകരം വി ഡാഷ് എന്ന് എഴുതാനും ഇതിന് പകരം യു ഡാഷ് എന്ന് എഴുതാനുമായിരിക്കും ചിലപ്പോൾ പഠിച്ചിരിക്കുന്നത്. ഓക്കെ, എങ്ങനെയാണോ പഠിച്ചിരിക്കുന്നത് അതനുസരിച്ച് അങ്ങ് എഴുതിക്കോളൂ കേട്ടോ. ഇവിടെ നമുക്ക് എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 1 ആണ്, എഴുതേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മളിവിടെ പ്രോഡക്റ്റ് റൂൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇതിൻ്റെ ആൻസർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. കണ്ടോ, ഇത് നമുക്കിവിടെ കിട്ടി. ഇനി നമുക്ക് വൈ സ്ക്വയറിന് ചെയ്യണം. വൈ സ്ക്വയർ ചെയ്യുമ്പം 2y വരും. എന്നിട്ട് വൈയുടെ എഴുതുമ്പോൾ എന്ത് വരും? ഡി വൈ ബൈ ഡി എക്സ് എന്ന് വരും. ഈക്വൽ ടു, ചോദിച്ചോട്ടെ, ടാൻ എക്സിൻ്റെ എന്തായിരുന്നു ഡെറിവേറ്റീവ്? പെട്ടെന്നൊന്ന് ഓർത്ത് നോക്കിയേ. ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്തായിരുന്നു? സീക്ക് സ്ക്വയർ എക്സ്. ഒരു പേപ്പറിലോ അല്ല എഴുതി നിങ്ങളുടെ സ്റ്റഡി ടേബിളിലോ നിങ്ങളുടെ റൂമിലോ ഡോറിൻ്റെ ബാക്കിലോ അല്ലെങ്കിൽ നിങ്ങൾ സ്ഥിരം കാണുന്ന സ്ഥലം ഏതാണോ അവിടെ അങ്ങ് ഒട്ടിച്ചങ്ങ് വയ്ക്കുക. കുറേ പ്രാവശ്യം കാണുമ്പോഴത്തേക്ക് അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മൈൻഡിലേക്ക് അങ്ങ് കയറിക്കോളും. അല്ലെങ്കിൽ മാത്സ് നോട്ടിൻ്റെ ബാക്കിലേക്ക് ഏറ്റവും പുറകിലത്തെ പേജിലേക്ക് അങ്ങ് പല കളറിലുള്ള പെൻ വെച്ചൊന്ന് എഴുതിയിടുക, അല്ലെങ്കിൽ സ്കെച്ച് പെന്നോ എന്തെങ്കിലുമൊക്കെ വെച്ചൊക്കെ എഴുതിയിടുക. പെട്ടെന്ന് നമ്മുടെ കണ്ണിലേക്ക് കയറുന്ന രീതിയിൽ, പെട്ടെന്ന് നമ്മുടെ മൈൻഡിൽ ഒന്ന് രജിസ്റ്റേർഡ് ആകുന്ന രീതിയിൽ എഴുതിയിടുക. അപ്പോൾ അത് കുറേ പ്രാവശ്യം കാണുമ്പോൾ നമ്മളത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് പഠിച്ചു പോകും. ഓക്കെ, പ്ലസ് ഇനി വൈയുടെ ഡെറിവേറ്റീവ്. വൈയുടെ ആരാ? ഡി വൈ ബൈ ഡി എക്സ്. ഇനി എന്ത് ചെയ്യണം? ഡി വൈ ബൈ ഡി എക്സ് വരുന്ന ടേംസ് കൂടി ഒരു സൈഡിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഇവിടെ നമുക്ക് എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഓൾറെഡി നമുക്കിവിടെ ഉണ്ട്. പ്ലസ് ഈ ടേം 2y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഉണ്ട്. ഇതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്ത് വരും? മൈനസ് ഡി വൈ ബൈ ഡി എക്സ് വരും. ശരിയാണോ? ഇത് ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഈക്വൽ ടു, ഇവിടെ ആരുണ്ട്? ഓൾറെഡി ഒരു സീക്ക് സ്ക്വയർ എക്സ് ഇവിടെ ഉണ്ട്. ഇവിടുത്തെ y ഇപ്പുറത്തേക്ക് വരും അല്ലേ? വൈയുടെ കൂടെ ഡി വൈ ബൈ ഡി എക്സ് ഒന്നും ഇല്ലായിരുന്നു. അത് ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്കും സീക്ക് സ്ക്വയർ എക്സ് മൈനസ് വൈ ആയിട്ട് മാറും. ഇനി എന്ത് ചെയ്യണം? ഇതിൻ്റെ അകത്ത് ഡി വൈ ബൈ ഡി എക്സ് കോമൺ ആയിട്ട് നമ്മൾ പുറത്തേക്ക് എടുക്കുക. ബാക്കിയോ? ഇതിനകത്തൊരു എക്സ് വരും, പ്ലസ് ഇവിടെ ഒരു 2y വരും. ഇവിടെ എന്ത് വരും? ഒന്നുമില്ല, അതുകൊണ്ട് നമ്മൾ 1 എഴുതും അല്ലേ? ഒന്നുമില്ലെങ്കിൽ ഇവിടെ ആരാ? ഇൻറ്റു 1 ആണ്. 1 എഴുതി. ദാറ്റ് ഈക്വൽ ടു സീക്ക് സ്ക്വയർ എക്സ് മൈനസ് വൈ. കഴിഞ്ഞോ? ഇല്ല. നമുക്ക് ആരെ മതി? ഡി വൈ ബൈ ഡി എക്സിനെ മാത്രം നമുക്ക് മതി. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കൂടെയുള്ളതിന് അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. അപ്പുറത്തേക്ക് വരുമ്പോൾ എന്താ വരിക? ഡിവിഷനാണല്ലേ? കണ്ടോ, സെറ്റല്ലേ? ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്താൽ ഒരു 2 മാർക്കോ 3 മാർക്കോ നമ്മുടെ പോക്കറ്റിൽ സേഫ് ആയിട്ടിരിക്കും. 2 or 3 മാർക്ക് നമുക്ക് ഇതിനകത്ത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. കണ്ടോ, എളുപ്പമല്ലേ? ഇതേ പാറ്റേൺ ചെയ്ത് പോന്നാൽ മതിയല്ലോ. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ ഇനി എന്താ വന്നിരിക്കുന്നത് നോക്കാം. സൈൻ സ്ക്വയർ വൈ പ്ലസ് കോസ് എക്സ് വൈ ഈക്വൽ ടു കെ. ഇവിടെയും എവിടെയെങ്കിലും ഒരു പ്രോഡക്റ്റ് റൂളിൻ്റെ വഴി കാണുന്നുണ്ടോ? ഉണ്ട്. ആരാ? ഈ എക്സ് വൈ പ്രോഡക്റ്റ് ആണ്. ഓക്കെ അല്ലേ? ചെയ്ത് നോക്കാം. സൈൻ സ്ക്വയർ വൈ പ്ലസ് കോസ് എക്സ് വൈ ഈക്വൽ ടു കെ. കോസ് എക്സ് വൈ ഈക്വൽ ടു കെ. ഇനി ഇവിടെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്കറിയാം, ഇവിടെ നമ്മൾ 3 കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്യണം. സൈനിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം, ഈ 2 വരുന്നതിൻ്റെ കൺസിഡർ ചെയ്യണം, വൈയെ കൺസിഡർ ചെയ്യണം. സൈൻ വരണം, 2 വരണം, വൈ വരണം. സ്ക്വയർ വരുമ്പോൾ നമുക്ക് എന്താ വരിക? 2 സൈൻ വൈ അല്ലേ? ഇനി സൈനിൻ്റെ ആരായിരുന്നു? കോസ് വൈ. കഴിഞ്ഞോ? ഇല്ല. ആര് വരും? ഡി വൈ ബൈ ഡി എക്സ് ഉറപ്പായിട്ട് അവിടെ ഉണ്ട്.
ഇനി ഇവിടെ കോസ് എക്സ് വൈ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. അതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യം കോസിൻ്റെ നമ്മൾ എഴുതണം. കോസിൻ്റെത് മൈനസ് സൈൻ അല്ലേ, സൈൻ എക്സ് വൈ അല്ലേ. ഇനി ബ്രാക്കറ്റ് നമ്മൾ എന്ത് ചെയ്താൽ മതി, പ്രോഡക്റ്റ് റൂൾ എഴുതിയാൽ മതി. എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ ഇൻറ്റു വൺ എഴുതേണ്ട കാര്യമില്ല, ഈക്വൽ ടു കെയുടെ ഡെറിവേറ്റീവ് എന്തായിരിക്കും എന്ന് പറഞ്ഞേ, കെ കോൺസ്റ്റൻ്റ് ആണ് 0. ഇനി ഡി വൈയുടെ ടേംസിനെ മാത്രം ഇവിടെ ഇടുക, ബാക്കി എല്ലാത്തിനെയും അപ്പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുക. 2 sin y cos y dy by dx. ഓക്കെ, അതിന് മുമ്പായിട്ട് ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്തേക്കണേ, അല്ലെങ്കിൽ തെറ്റിപ്പോവും. നമുക്കിത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. മൈനസ് സൈൻ എക്സ് വൈ വെച്ചിട്ട് ഈ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ആദ്യം ഇത് മൈനസ് ആയതുകൊണ്ട് ഇവിടെ എന്ത് വരും, മൈനസ് വരും അല്ലേ. എക്സ് ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു ആരുണ്ട്, സൈൻ എക്സ് വൈ ഉണ്ട്. പിന്നെയും മൈനസ് വരും അല്ലേ, മൈനസ് വൈ ആരുണ്ട്, സൈൻ എക്സ് വൈ ഈക്വൽ ടു ആരാ, 0. ഇനി ഡി വൈ ബൈ ഡി എക്സ് വരുന്ന ടേം മാത്രം ഇവിടെ ഇടുക, ബാക്കി കോൺസ്റ്റൻ്റ് ആയിട്ട് വരുന്ന ടേംസിനെയൊക്കെ നമ്മൾ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോവുക. ഇവിടെ ഡി വൈ ബൈ ഡി എക്സ് ഇല്ലാത്ത ഒറ്റ ടേമേ ഉള്ളൂ, അതുകൊണ്ട് ഈ ടേം മാത്രമേ ഉള്ളൂ, വൈ സൈൻ എക്സ് വൈ. ഇത് മൈനസ് ആണ്, അപ്പുറത്തേക്ക് വരുമ്പോൾ എന്തായിട്ട് മാറും, പ്ലസ് ആയിട്ട് മാറും. വൈ സൈൻ എക്സ് വൈ പ്ലസ് ആണ്, കണ്ടോ, വൈ സൈൻ എക്സ് വൈ. ഇനി ഇവിടെയുള്ള ഈ രണ്ട് ടേമിൽ നിന്നും ഡി വൈ ബൈ ഡി എക്സ് നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് കോമൺ ആയിട്ട് നമ്മൾ പുറത്തേക്ക് എടുക്കുക. ഡി വൈ ബൈ ഡി എക്സ് കോമൺ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ബാക്കി ഇനി ഇവിടെ ആരുണ്ട്, 2 സൈൻ വൈ കോസ് വൈ, ശരിയാണോ? അതെ. അടുത്ത ടേമിൽ ആരാ ഉള്ളത്, മൈനസ് ഒരു എക്സ് ഉണ്ട്, ഒരു സൈൻ എക്സ് വൈ ഉണ്ട്, ശരിയാണോ? എക്സ് ഉണ്ട്, സൈൻ എക്സ് വൈ ഉണ്ട്, എക്സ് സൈൻ എക്സ് വൈ. ഒന്ന് ചെക്ക് ചെയ്തോളൂ. ഇവിടെ ഡി വൈ ബൈ ഡി എക്സ് ഇല്ലാത്ത ടേം ഇപ്പുറത്തേക്ക് വന്നു, ബാക്കിയുള്ളതിനകത്ത് ഡി വൈ ബൈ ഡി എക്സ് പുറത്തേക്ക് എടുത്തു, ബാക്കി ഇതുണ്ട് പ്ലസ് എക്സ് ഇൻറ്റു സൈൻ എക്സ് വൈ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനിയൊന്നും ഇല്ലല്ലോ നമുക്ക് ചെയ്യാൻ, ആകെ എന്തേ ഉള്ളൂ, ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എന്താണെന്നങ്ങ് എഴുതുക. ദാറ്റ് ഈസ് വൈ സൈൻ എക്സ് വൈ ബൈ ഇതിന് അതേപോലെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് എഴുതുക, അത്രയേ ഉള്ളൂ. 2 സൈൻ വൈ കോസ് വൈ മൈനസ് എക്സ് സൈൻ എക്സ് വൈ. അതും കംപ്ലീറ്റ് ചെയ്തു. എഗെയിൻ എത്രയുണ്ട്, 2 3 മാർക്ക് പിന്നെയും നമ്മുടെ പോക്കറ്റിലേക്ക് വന്നു. ഈ ക്വസ്റ്റിനൊക്കെ ഉറപ്പായിട്ട് നമുക്കൊരു 3 മാർക്കിൻ്റെ തന്നെ ക്വസ്റ്റ്യൻ ആയിരിക്കും കേട്ടോ. 3 മാർക്ക് തന്നെ നമുക്ക് കിട്ടും ഇതിനൊക്കെ. ഓക്കെ ആയില്ലേ? ഓക്കെ, അത് അത്രയും കഴിഞ്ഞു. ഇനി നമുക്കിനി അടുത്ത് തന്നിരിക്കുന്നത് ഒരു കോഷ്യൻ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളതാണ്. സൈൻ എ എക്സ് പ്ലസ് ബി ബൈ കോസ് സി എക്സ് പ്ലസ് ഡി. ഇതിൻ്റെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ വീഡിയോയ്ക്കകത്തുണ്ട്, കാണാൻ മറന്നു പോകരുതേ. y ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി ബൈ കോസ് സി എക്സ് പ്ലസ് ഡി. നമുക്കിവിടെ ഇത് യു ആയിട്ടെടുക്കാം, ഇത് വി ആയിട്ടെടുക്കാം അല്ലേ. പ്രോഡക്റ്റ് റൂൾ എന്താ വരുന്നത്, വി സ്ക്വയർ വരും, പിന്നെ വി ഇൻറ്റു യു ഡാഷ് മൈനസ് യു ഇൻറ്റു വി ഡാഷ്. നമ്മൾ പ്രോഡക്റ്റ് എഴുതുമ്പോഴത്തേക്ക് യു വി ഡാഷ് പ്ലസ് വി യു ഡാഷ് ആണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും കുഴപ്പമില്ല. കാര്യം എന്താ, കാരണം ഇവിടെ പ്ലസ് സൈൻ വരുന്നതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും കുഴപ്പമില്ല. പക്ഷേ ഇവിടെ മൈനസ് ആണ്, അതുകൊണ്ട് ശ്രദ്ധിച്ചോണം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുതും, കറക്റ്റായിട്ട് തന്നെ എഴുതി വരണം. നമുക്കിതേ പാറ്റേൺ തന്നെ ഫോളോ ചെയ്തിട്ട് നമുക്കിതൊന്ന് ചെയ്യാൻ നോക്കാം. ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഇതിൻ്റെ സ്ക്വയർ താഴെ വരും, ശരിയാണോ? കോസ് സി എക്സ് പ്ലസ് ഡി ദ ഹോൾ സ്ക്വയർ താഴെ കൊടുത്തു. ന്യൂമറേറ്ററിൽ ആരൊക്കെ വരും നോക്കാം. യു അതുപോലെ എഴുതണം. കോസ് ആരുണ്ട്, സി എക്സ് പ്ലസ് ഡി ഉണ്ടല്ലേ, അതുപോലെ ഇവിടെ എഴുതുക. ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പം കോസ് എ എക്സ് പ്ലസ് ബി ആണ്. എ എക്സ് പ്ലസ് ബി അതേപോലെ എഴുതുക. ഇൻറ്റു ഈ എ എക്സിൻ്റെ ഡെറിവേറ്റീവ് കൂടി എഴുതണ്ടേ,
എ വരും. കഴിഞ്ഞോ? ഇല്ല. ഇനി അവിടെ ആരും കൂടി വരും? ഒരു മൈനസ് സൈൻ വരും അല്ലേ? മൈനസ് സൈൻ വരും. മൈനസ് കഴിഞ്ഞിട്ട് ഇനി ആരൊക്കെയാണ് വരുന്നത്? യുവിനെ അതുപോലെ എഴുതുക. അതായത് സൈൻ ആ ബ്രാക്കറ്റ് അതേപോലെ അങ്ങ് എഴുതുക. എന്നിട്ട് ഇതിൻ്റെ ഡെറിവേറ്റീവ് എഴുതുക. വി ഡാഷിൻ്റെ ഡെറിവേറ്റീവ് എഴുതുക. വി ഡാഷ് എന്ന് പറയുമ്പോൾ കോസിൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം മൈനസ് സൈൻ ആണ് അല്ലേ? മൈനസ് സൈൻ. എന്നിട്ട് സി എക്സ് പ്ലസ് ഡി അതേപോലെ എഴുതുക. എന്നിട്ട് ആരുണ്ട്? ഇൻറ്റു സി വരും. ഇൻറ്റു സി വരും. ഓക്കെ, നമുക്കതൊന്ന് ശരിയായ രീതിയിൽ നമുക്കൊന്ന് എഴുതി നോക്കാം. ജസ്റ്റ് ഒരു ബേസിക് ഐഡിയ കിട്ടാനായിട്ട് പറഞ്ഞതാണേ. ഡിനോമിനേറ്റർ നമ്മൾ എഴുതി. കോസ് സി എക്സ് പ്ലസ് ഡി ഒരു ഹോൾ സ്ക്വയർ വരും. ന്യൂമറേറ്ററിലേക്ക് വന്നു. കോസ് വി നമ്മൾ അതേപോലെ അങ്ങ് എഴുതി. സി എക്സ് പ്ലസ് ഡി അതേപോലെ എഴുതി. ഇനി ആരെഴുതണം? കോസ് ഡെറിവേറ്റീവ് അല്ലേ? സൈൻ്റെ ഡെറിവേറ്റീവ് കോസ് എ എക്സ് പ്ലസ് ബിയും അവിടെ ആരുണ്ട്? ഇൻറ്റു ഒരു എ ഉണ്ട്. ശരിയാണോ? മൈനസ് അടുത്തത് ആരെ അതുപോലെ എഴുതണം? യുവിനെ അതുപോലെ തന്നെ എഴുതണം അല്ലേ? യു എന്ന് പറയുമ്പോൾ സൈൻ ആണ്. സൈൻ എന്ത് വരും? എ എക്സ് പ്ലസ് ബി അതേപോലെ അവിടെ വരും. ഇൻറ്റു വി ഡാഷ്. വി എന്ന് പറയുന്നത് കോസാണ്. കോസിൻ്റെ ഡെറിവേറ്റീവ് വരുമ്പോൾ മൈനസ് സൈൻ വരും. സി എക്സ് പ്ലസ് ഡി അതേപോലെ എഴുതി. അതിൻ്റെ കൂടെ ആര് വരും? ഇൻറ്റു ഒരു സിയും കൂടി വരും. ഇത്ര എഴുതി കഴിയുമ്പോഴത്തേക്ക് ഈ ആൻസർ കംപ്ലീറ്റ് ആവും. ക്ലിയർ ആണോ? ഇത് വേണമെങ്കിൽ നമുക്കിനി സിംപ്ലിഫൈ ചെയ്യാം, അല്ലെങ്കിൽ ഇവിടം കൊണ്ട് തന്നെ നമുക്കങ്ങ് ഇട്ടേക്കാം. വേണമെങ്കിൽ നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് കോസ് സി എക്സ് പ്ലസ് ഡിയും കോസ് സി എക്സ് പ്ലസ് ഡിയും ക്യാൻസലായി പോവും. പിന്നെ ബാക്കിയുള്ളത് കോസും ബൈ കോസ്. പക്ഷെ രണ്ട് ടേമാണ്. ഇത് എ എക്സ് പ്ലസ് ബി ആയിരിക്കും, ഇത് സി എക്സ് പ്ലസ് ഡി ആയിരിക്കും. വേണമെങ്കിൽ 1 കോസ് സി എക്സ് പ്ലസ് ഡിക്ക് നമുക്ക് സിക്ക് കൊടുത്തെഴുതാം. അതേപോലെ ഇപ്പുറത്ത് നമ്മൾ സോൾവ് ചെയ്യുമ്പോഴും സൈൻ ബൈ കോസ് എന്നുള്ള ഒരു ടേം ടാനായിട്ട് മാറും. അങ്ങനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് പോകാം. അല്ലെങ്കിൽ പാടാണെങ്കിൽ അത്യാവശ്യം ഇവിടം കൊണ്ടങ്ങ് ഇട്ടാലും മതി. ക്ലിയർ ആയോ? ഇനി അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വെറുതെ ഒന്ന് നോക്കിയേക്കാം. സൈൻ എക്സ് റൈസ് ടു 4 കോസ് എ എക്സ് പ്ലസ് ബി. ഇതാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? ഒന്ന് നോക്കിക്കേ. കോസ് എ എക്സ് പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഡിനോമിനേറ്ററിൽ വരും. ശരിയാണോ? ന്യൂമറേറ്ററിലോ അത് അതുപോലെ തന്നെ എഴുതുക അല്ലേ? കോസ് എ എക്സ് പ്ലസ് ബി അതേപോലെ എഴുതുക. എന്നിട്ട് യുവിൻ്റെ ഡെറിവേറ്റീവ്, സൈൻ്റെ ഡെറിവേറ്റീവ് കോസ് ആണ്. കോസ് എക്സ് റൈസ് ടു 4 ഇൻറ്റു എക്സ് റൈസ് ടു 4ൻ്റെ ഡെറിവേറ്റീവ് 4x ക്യൂബ് ആണ്. മൈനസ് സൈൻ എക്സ് റൈസ് ടു 4 നമ്മൾ അതേപോലെ തന്നെ അങ്ങ് എഴുതും. എന്നിട്ട് വിയുടെ ഡെറിവേറ്റീവ് എടുക്കും. വിയുടെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ ഇവിടെ ആര് വരും? മൈനസ് സൈൻ വരും അല്ലേ? മൈനസ് സൈൻ എ എക്സ് പ്ലസ് ബി വരും. ഇൻറ്റു ഇതിൻ്റെ ആര് വരും? എ വരും. ഈ മൈനസും കൂടി എന്തായിട്ട് മാറും? പ്ലസ് ആയിട്ട് മാറും. കണ്ടോ? എളുപ്പം എഴുതിയില്ലേ? ഇങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റിനും കൂടി നമ്മൾ വെറുതെ നമ്മൾ ഡെറിവേറ്റീവ് എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നതെന്നുള്ളത് നമുക്കൊന്ന് എഴുതി നോക്കിയാലോ. ആദ്യം നിങ്ങൾ ഡെറിവേറ്റീവ് എഴുതാൻ പഠിക്കുക, എന്നിട്ട് സിംപ്ലിഫൈ ചെയ്യാൻ പഠിക്കാം. ആദ്യം ഒന്ന് ഡെറിവേറ്റീവ് എഴുതി പഠിക്കുക. 3x² + 1 ആണ് ഡിനോമിനേറ്ററിൽ. അതിൻ്റെ ഹോൾ സ്ക്വയർ എഴുതി. ന്യൂമറേറ്ററിൽ ഇതാദ്യം അതേപോലെ തന്നെ അങ്ങ് എഴുതിയേക്കുക. എന്നിട്ട് മുകളിൽ തന്നിരിക്കുന്നതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക. ഇവിടെ നമുക്ക് 5x³ ആണ്. 5 × x³ 3x² ആണ്. പ്ലസ് 2x 2 ആണ്. അത് കംപ്ലീറ്റ് ആയി. ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 15x² എന്ന് കിട്ടും. ശരിയാണോ? 15x² + 2 എന്ന് വരും. മൈനസ് ഇനി എന്ത് ചെയ്യണം? യുവിനെ അതുപോലെ എഴുതണം അല്ലേ? 5x³ + 2x.
ഇനി വി ഡാഷ് ഇതിൻ്റെ ഡെറിവേറ്റീവ്. ഇതിൻ്റെ ഡെറിവേറ്റീവ് എഴുതുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 3 അതുപോലെ എഴുതണം. എക്സ് സ്ക്വയറിൻ്റെത് 2x വരും, പ്ലസ് 1ന് 0 ആണ് അല്ലേ. ഇനി 3 × 2 എന്ത് വരും? 6 വരും അല്ലേ. എന്ന് വെച്ചാൽ ഇവിടെ ആര് വരും? 6x വരും. ശരിയാണോ? 6x വരും. ഇനി ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാം, ഇല്ലെങ്കിൽ ഇതേപോലെ അങ്ങ് എഴുതിയിട്ടാലും മതി. ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് പെട്ടെന്ന് സിംപ്ലിഫൈ ചെയ്യാൻ അറിയാവുന്നവരാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് ചെയ്തോളൂ. ഇനി വേണ്ട, അല്ലെങ്കിൽ സിംപ്ലിഫൈ ചെയ്യേണ്ട, ജസ്റ്റ് ആ ഡെറിവേറ്റീവ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇവിടം വരെ ചെയ്തങ്ങ് ഇട്ടാലും മതി, ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ. ഞാനിപ്പോൾ കോഷ്യൻ റൂൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് തറവ് ആകാനാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ വീണ്ടും വേണ്ടി ഇതേ പാറ്റേണിലെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ അങ്ങ് ചെയ്തു പോകുന്നത്. അതായത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഡിനോമിനേറ്റർ ഏതാണോ അതിൻ്റെ സ്ക്വയർ ആദ്യം എഴുതുക. തന്നിരിക്കുന്ന ഡിനോമിനേറ്റർ ഏതാണോ അതിൻ്റെ സ്ക്വയർ അതേപോലെ ആദ്യം എഴുതുക. എന്നിട്ട് ആ ഡിനോമിനേറ്റർ അതുപോലെ എടുത്തങ്ങ് എഴുതുക. എന്നിട്ട് ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ് എഴുതുക. മൈനസ് ന്യൂമറേറ്റർ അതുപോലെ എഴുതുക. എന്നിട്ട് എന്തെഴുതണം? ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ്. ഡിനോമിനേറ്ററിനെ നമ്മളിവിടെ ബ്രാക്കറ്റ് ഇട്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ബ്രാക്കറ്റിൻ്റെ ഡെറിവേറ്റീവ് എഴുതുക. കാര്യം കഴിഞ്ഞു. എന്താ ചെയ്യേണ്ടത്? ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ എഴുതുക, ഡിനോമിനേറ്റർ അതുപോലെ എഴുതുക, ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ് എഴുതുക. മൈനസ് ന്യൂമറേറ്റർ അതുപോലെ എഴുതുക, ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് എഴുതുക. ആൻസറായി. കണ്ടോ? കോഷ്യൻ റൂൾ എത്ര പെട്ടെന്ന് നമുക്ക് അപ്ലൈ ചെയ്യാം. എളുപ്പമല്ലേ? ഓക്കെ, അപ്പം കൂടുതൽ വീഡിയോസുമായിട്ട് കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് എക്സാം തുടങ്ങുകയല്ലേ. നെക്സ്റ്റ് വീക്ക് എക്സാം തുടങ്ങുകയാണ്. അപ്പോൾ കൂടുതൽ പാസ് മാർക്കിനും കൂടുതൽ A+ സ്കോർ ചെയ്യാനും ഒക്കെ പറ്റുന്ന രീതിയിലുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും ഒക്കെ ആയിട്ട് നമുക്കിനിയും വരുന്ന വീഡിയോസിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. പിന്നെ ഡെറിവേറ്റീവ്സിൻ്റെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉള്ളൊരു വീഡിയോ ഓൾറെഡി നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും കൂടി കമൻറ്റ് ബോക്സിൽ തന്നേക്കാം, കാണാൻ മറന്നു പോകരുതേ. അതിനകത്ത് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. Okay, thank you for watching.